നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം ഇതാ എവിടെ കഴിയും. ഗൈസ്, നാടെങ്ങും ഇലക്ഷൻ വൈബ്സ് ആണ്. ഇന്ന് കൊടുവള്ളിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുകയാണ്. കരിമാശേ, എങ്ങനെയുണ്ട് ഇലക്ഷൻ വൈബ്? മുമ്പിലല്ലേ? ആ, ഇഞ്ചോടിഞ്ച് പോരാട്ടാണല്ലോ നമ്മൾ. ആ ആ ആ, കൊടുവള്ളി. ഏതായാലും നമ്മളൊന്ന് കറങ്ങി നോക്കല്ലേ? ഓക്കെ. അങ്ങനെ ഗൈസ്, ഓരോ ദിനം കഴിയുന്തോറും ഇലക്ഷൻ പ്രചാരണങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇന്നിപ്പോ കൊടുവള്ളിയുടെ വൈബ് അറിയുന്നതിന് വേണ്ടി നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുകയാണ്. പ്രിയ സുഹൃത്ത് സലീം മാഷ്, മറുഭാഗത്ത് PK ഫിറോസ് തമ്മിൽ അംഗം കുറിച്ചിരിക്കുകയാണ് UDF ആൻഡ് LDF. അപ്പോ ഏതായാലും കൊടുവള്ളിയുടെ മണ്ണിലൂടെ നമ്മൾ ഇന്നൊന്ന് സഞ്ചരിച്ച് നോക്കുക. റഷീദ് ഭായ്, എന്താണ് താങ്കളുടെ കൊടുവള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം? ആരാ ജയിക്കും? പറയാൻ പറ്റൂലല്ലോ അല്ലേ? ആ രൂപത്തിലാണ് മത്സരം നീങ്ങുന്നത്. വളരെ ശക്തമായ, പിന്നെ താങ്കൾ ഒരു ഇടതുപക്ഷ ചായ്വുള്ളത് കൊണ്ട് അങ്ങനെ പറയും എന്നും ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു വിഷയം നമ്മളൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ, അതെ, രാഷ്ട്രീയമല്ലല്ലോ, രാഷ്ട്രീയമില്ലാത്ത പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ രണ്ടാളാണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല കാൻഡിഡേറ്റ് ആണല്ലോ അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്താഗതിയുള്ള രണ്ട് വ്യക്തികളാണ്. ശരി. നമ്മളെ സലീമാശയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റേറ്റിന് പുറത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാനാഭാഗത്തുള്ള ആൾക്കാർക്ക് അയാളുടെ കഴിഞ്ഞ ഒരു സംഭവം നമ്മുടെ ഗ്യാസിന്റെ വിഷയങ്ങൾ. 1 മിനിറ്റ്. സലീമാശ് ഒരു അറിയപ്പെടുന്ന സാമ്യ പ്രവർത്തനം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല നമുക്ക്. പലരും ഈ നാട്ടിലുള്ളവർക്ക് അതെ. പക്ഷെ ഇവിടെ LDF ആൻഡ് UDF സംഭവമാണല്ലോ ഏറ്റുമുട്ടുന്നത്. അപ്പോ ഏതായാലും കേരള ഭരണം മാറണം എന്നിവിടെ ഭൂരിപക്ഷവും. അപ്പോ ഏതായാലും രണ്ടുപേർക്കും നമ്മൾ വിജയാശംസകൾ നേരുകയാണ്. അമ്മമാരാണ്. ഷംസു PT, CPIM വേണ്ടി അബ്ദുൽ ഖാദർ, നാഷണൽ ലീഗിന് വേണ്ടി മുഹമ്മദ് TPP. സമ്പന്നതരായ നേതാക്കളെ, ഈ വെണ്ണക്കാട്ടിലെ സഹോദരി സഹോദരന്മാർ, വളരെ കാലമായി നേരിട്ട് ബന്ധമുള്ള ഒരു പ്രദേശമാണ് ഈ വെണ്ണക്കാട്.
വെണ്ണക്കാടിൻ്റെ ഒരു വികസനത്തിൻ്റെ തുടക്കം എന്തൊക്കെ പറഞ്ഞാലും അത് തുടങ്ങി വെച്ചത് വായോളി മുഹമ്മദ് മാഷ.